ഞാനിന്ന് ഇവിടെ ഒരു ഏത്തപ്പഴത്തിലൊരു സംഭവം ഉണ്ടാക്കാൻ പോവുകയാണ്. നമുക്ക് വീട്ടിലെ ഏത്തപ്പഴം പഴുത്തിരിക്കുകയാണെങ്കിൽ തന്നെ നമുക്കത് കളയണ്ട. അതിന് വേണ്ടി വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ഇതിൽ എടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള നെയ്യ് ഞാൻ അതിലൊഴിച്ചിട്ടുണ്ട്. അടുത്ത് നമ്മളതിൽ പഴം അതിലോട്ട് ഇടുകയാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കണം 2 പഴമാണ്. പക്ഷെ നിങ്ങൾക്ക് വീട്ടിൽ എത്ര പഴം ഉണ്ടെങ്കിലും നമുക്ക് ആളനുസരിച്ച് എടുക്കാം. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഈ 2 പഴത്തിലാണ് ഇവിടെ ഇത് തയ്യാറാക്കാൻ പോകുന്നത്. ഇതൊന്ന് വയറ്റി കണക്കായിട്ടുണ്ട്. ഇനി നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര ഇടണം. നമ്മളെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര മാത്രമേ ഇടാവൂ. ഇട്ടിട്ട് അത് 3 ചെറിയ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലോട്ട് ഇടണം. അതിൽ കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ഇടുകയാണ്. ഇതേപോലെ ഒരളവിൽ കുറച്ച് പാലതൊന്ന് വേവാനായിട്ട് നമ്മളത് ഒഴിക്കുക. ഒരുപാട് പാലൊന്നും വേണ്ട. കുറച്ച് 2 പഴത്തിനായതുകൊണ്ട് ഇത്ര പാല് മതി. അരിപ്പൊടി കൂടെ ഇതിൽ കൂടെ ഇടണം. ഇത് ഒന്ന് കുഴഞ്ഞ് വരാനായിട്ട് വേണ്ടി കുറച്ച് അരിപ്പൊടിയൂടെ ഇതുപോലെ ഇട്ട് കുഴയ്ക്കാൻ വേണ്ടി കണക്കാക്കിയുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അരിപ്പൊടിയും കൂടെ ഇട്ട് ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ കുഴച്ചെടുക്കാനുള്ള കണക്കിന് നമ്മളിത് ഈ ഒരു പരുവത്തിന് നോക്കി നമ്മളിനി സ്റ്റൗ ഓഫാക്കാൻ പോവുകയാണ്. ഓക്കെ, തണുത്തിട്ട് ബാക്കി കാണിക്കാം. തണുക്കാൻ വെച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളത് പതുക്കെ ഒന്ന് കുഴച്ച് ഒരു കട്ട്ലറ്റിൻ്റെ പരുവത്തിൽ റെഡിയാക്കണം. ഇതുപോലെ നമ്മളാക്കി വെക്കണം. ഏത്തപ്പഴം തേങ്ങയും അരിമാവും ഏലക്കപ്പൊടിയും പഞ്ചസാരയും കൂടെ ഒന്ന് ചേർത്ത് ഞാൻ അടുത്തത് കുറച്ച് നെയ്യ് അതിലൊഴിച്ചിട്ട് ഒന്ന് മുരിച്ചെടുക്കാൻ പോവുകയാണ്. ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. ഓക്കെ, ചെറിയ സ്പൂണിന് 2 സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഇനി അത് മാത്രം മതി. അതിൽ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്ത് കഴിക്കാം. ഇതാണ് ഏത്തങ്ക റോസ്റ്റ് ചെയ്തത്. ഏത്തപ്പഴം റോസ്റ്റ് ചെയ്തതാണ്. ഏത്തപ്പഴം തിന്നാത്ത കൊച്ചു മക്കൾക്ക് ഇത് ഉണ്ടാക്കി കൊടുത്താൽ നല്ലതാണ്. പിള്ളേരെല്ലാവരും കഴിക്കും. പഴം കഴിക്കാത്ത കുട്ടികൾക്ക് നമ്മൾ ഇത്തിരി ഒന്ന് വിചാരിച്ചാൽ ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഏത്തപ്പഴം റോസ്റ്റ് ഈ ഒരു പരുവാകുമ്പോഴാണ് നമ്മൾ എടുക്കാനുള്ളത്. ഈ ഒരു കളർ വരുമ്പോഴത്തേക്ക് എടുക്കണം. എന്നിട്ട് ഈ കൊച്ചു കുട്ടികൾക്കൊക്കെ നമുക്ക് കൊടുക്കാൻ നല്ലതാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതാണ് ഏത്തപ്പഴം റോസ്റ്റ്. അങ്ങനെ നമ്മൾ ഏത്തങ്ക റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഉണ്ടാക്കണം. പിള്ളേർക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ നല്ല ഒരു അടിപൊളി സാധനമാണ്. എനിക്ക് സപ്പോർട്ടും കൂടെ തന്നുകൊണ്ടിരിക്കുക. ഇതുവരെ എനിക്ക് സപ്പോർട്ടുകളുണ്ട്. ഇനിയും അത് എല്ലാവരും തന്നുകൊണ്ടിരിക്കണം. ഓക്കെ, ബൈ.